അമേരിക്കൻ സാമ്രാജ്യത്വം ലോകത്തിന് മുന്നിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി ചമയുന്നതിന്റെ ഒടുവിലത്തെ നാടകമാണ് ഈ 14 പോയിന്റ് മെമ്മോ. ചരിത്രത്തിലുടനീളം മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടും ജനാധിപത്യത്തിന്റെ പേരിൽ അസ്ഥിരത വിതച്ചും ശീലിച്ച വാഷിംഗ്ടണിന് ഇറാൻ എന്നും ഒരു കീറാമുട്ടി തന്നെയായിരുന്നു. ഉപരോധങ്ങളും ഭീഷണികളും കൊണ്ട് ഒരു ജനതയെ മുട്ടുകുത്തിക്കാമെന്ന അമേരിക്കയുടെ പഴയ മോഹം മാത്രമാണ്. എന്നാൽ മണ്ണിലും മനസ്സിലും വിപ്ലവ വീര്യം സൂക്ഷിക്കുന്ന ഇറാനികൾക്ക് മുന്നിൽ ഇത്തരം മെമ്മോകൾ വെറും പാഴ്കടലാസുകൾ മാത്രമായി മാറുമെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇറാന്റെ സൈനിക ശേഷിയെയും ശാസ്ത്രീയ പുരോഗതിയെയും ഭയക്കുന്നത് കൊണ്ടാണ് നയതന്ത്രത്തിന്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് അമേരിക്ക ഇത്തരമൊരു കെണിയൊരുക്കുന്നത്. ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുക വഴി മേഖലയിൽ തങ്ങളുടെ സഖ്യകക്ഷികളുടെയും ഏകപക്ഷീയമായ ഒരു ആധിപത്യം ഉറപ്പിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആധുനിക മിസൈൽ സാങ്കേതിക വിദ്യയിലും ബഹിരാകാശ ഗവേഷണത്തിലും ആരോഗ്യ രംഗത്തും ഇറാൻ കൈവരിക്കുന്ന നേട്ടങ്ങൾ സൂചിപ്പിക്കുന്നത് ഏതൊരു ഉപരോധത്തെയും അതിജീവിച്ച് മുന്നേറാനുള്ള അവരുടെ കരുത്തു തന്നെയാണ്. അമേരിക്കയുടെ ഈ ഇരട്ടത്താപ്പ് ലോകം തിരിച്ചറിയുന്നുണ്ട്. സ്വന്തം ആയുധ ശേഖരത്തെ കുറിച്ച് മിണ്ടാതിരിക്കുകയും എന്നാൽ മറ്റുള്ളവരുടെ പ്രതിരോധ അവകാശങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന നിലപാട് പരിഹാസ്യമാണെന്ന് പറയാതെ വയ്യ. ഭീഷണിയുടെ ഭാഷ ഇറാനോട് ചിലവാകില്ല എന്ന് കഴിഞ്ഞ പതിറ്റാണ്ടുകൾ തെളിയിച്ചതുമാണല്ലോ. അന്തസ്സും ആത്മാഭിമാനവും മുറുകെ പിടിക്കുന്ന ഒരു ജനതയെ വെറും സാമ്പത്തിക സമ്മർദ്ദങ്ങൾ കൊണ്ട് കീഴ്പ്പെടുത്താമെന്നത് അമേരിക്കയുടെ വെറും വിഡ്ഢിത്തമാണ്. സമാധാന ചർച്ചകൾ എന്ന പേരിൽ ഇറാനോട് കീഴടങ്ങാൻ ആവശ്യപ്പെടുന്ന ഈ 14 പോയിന്റുകൾ യഥാർത്ഥത്തിൽ ഇറാന്റെ കരുത്തിന് മുന്നിലുള്ള അമേരിക്കയുടെ ഭയമാണ് വെളിപ്പെടുത്തുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുന്നവർക്കുള്ള കനത്ത തിരിച്ചടിയായിരിക്കും ഇറാന്റെ ഇനിയുള്ള ഓരോ ചുവടുവെപ്പും. ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള ഈ അടവ് ഇറാനിയൻ ജനതയുടെ ഉറച്ച നിലപാടുകൾക്ക് മുന്നിൽ തകർന്നു വീഴുക തന്നെ ചെയ്യും. നമുക്ക് എന്താണ് അമേരിക്കയുടെ പുതിയ അടവ് എന്ന് പരിശോധിച്ചു വരാം. അതിനു മുമ്പ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ മിഡിൽ ഈസ്റ്റിലെ നയതന്ത്ര അധിനിവേശത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ചിരിക്കുന്ന 14 പോയിന്റ് മെമ്മോ. ഇതിനെ ഒരു സമാധാന പദ്ധതി എന്നോ അല്ലെങ്കിൽ നയതന്ത്ര രേഖയെന്നോ വിളിക്കുന്നതിനേക്കാൾ ഉപരി ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഏകപക്ഷീയമായ കീഴടങ്ങൽ കരാർ എന്ന് വിളിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതമാവുക. ഇറാനെ ഒരു ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ആ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിലും വിദേശ നയങ്ങളിലും നേരിട്ട് ഇടപെടാനുള്ള അമേരിക്കയുടെ ധിക്കാരപരമായ നിലപാടാണ് ഈ രേഖയിലുടനീളം പ്രകടമാകുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ 14 പോയിന്റ് മെമ്മോ എന്ന് പരിശോധിച്ചാൽ അത് ഇറാന്റെ പരമാധികാരത്തെ പൂർണ്ണമായും ഹനിക്കുന്ന ഒന്നാണെന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ്. ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായും നിർത്തലാക്കുക, ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കുക, മിഡിൽ ഈസ്റ്റിലെയും മറ്റു രാജ്യങ്ങളെയും ഇറാന്റെ സ്വാധീനം ഇല്ലാതാക്കുക തുടങ്ങിയ കർശനമായ നിബന്ധനകളാണ് ഇതിലുള്ളത്. എന്നാൽ ഇതേ നിബന്ധനകൾ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സഖ്യകക്ഷികൾക്കോ അല്ലെങ്കിൽ അമേരിക്കയ്ക്കോ ബാധകമല്ല എന്ന ഇടത്താണ് ഇതിലെ ഇരട്ടത്താപ്പ് നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നത്. ഒരു രാജ്യം എങ്ങനെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ സ്വീകരിക്കണം എന്നത് ആ രാജ്യത്തിന്റെ മാത്രം തീരുമാനമായിരിക്കെ അതിൽ വിരൽ ചൂണ്ടാൻ വാഷിംഗ്ടണിന് എന്ത് അവകാശമാണുള്ളത് എന്ന ചോദ്യം ഇവിടെ ഏറെ പ്രസക്തമാണ്. ഈ മെമ്മോ എങ്ങനെയാണ് ഇറാന് വിരുദ്ധമാകുന്നത് എന്നതിൽ തർക്കമില്ല. ഇത് കേവലം സുരക്ഷാപരമായ ആവശ്യങ്ങളല്ല മുന്നോട്ട് വെക്കുന്നത്, മറിച്ച് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെയും അവരുടെ രാഷ്ട്രീയ സ്ഥിരതയെയും തകർക്കാനുള്ള ബോധപൂർവമായ അമേരിക്കയുടെ നീക്കം തന്നെയാണ്. പരമാവധി സമ്മർദ്ദം, അതായത് മാക്സിമം പ്രഷർ എന്ന തന്ത്രത്തിന്റെ ഭാഗമായിട്ട് ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ജനങ്ങളെ പട്ടിണിക്കിടുന്ന അമേരിക്കൻ ശൈലിയുടെ തുടർച്ചയാണ് ഇറാന്റെ പ്രാദേശികമായ സ്വാധീനം ഇല്ലാതാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ മിഡിൽ ഈസ്റ്റിലുടനീളം സൈനിക താവളങ്ങൾ സ്ഥാപിച്ച് അസ്ഥിരയുണ്ടാക്കുന്ന സ്വന്തം നടപടികളെ അമേരിക്ക സൗകര്യപൂർവ്വം മറക്കുന്നത്. ഇറാന്റെ അയൽ രാജ്യങ്ങളെ ഇറാനെതിരെ തിരിക്കാനും അതുവഴി തങ്ങളുടെ ആയുധ കച്ചവടം സജീവമാക്കാനുമാണ് അമേരിക്ക ഈ മെമ്മോയിലൂടെ ലക്ഷ്യമിടുന്നത്. ലോകം ഉറ്റുനോക്കുന്നത് ഇതൊരു സമാധാന ശ്രമമാണോ എന്ന് തന്നെയാണ്. എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ അമേരിക്കയുടെ ഇത്തരം ഇടപെടലുകൾ ഒരിക്കലും സമാധാനം കൊണ്ടുവന്നിട്ടില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ്. ലിബിയയിലും ഇറാഖിലും സിറിയയിലും നാം കണ്ടത് സമാനമായ ജനാധിപത്യ സംരക്ഷണം അല്ലെങ്കിൽ സുരക്ഷാവാദങ്ങളായിരുന്നു. അതിന്റെ ഫലം ആ രാജ്യങ്ങളുടെ തകർച്ച മാത്രമായിരുന്നു എന്നതാണ് പറയാനുള്ളത്. 14 പോയിന്റ് മെമ്മോയും ഇറാനെ അത്തരം ഒരു തകർച്ചയിലേക്ക് നയിക്കാനുള്ള ഒരു കെണിയാണ്. ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള നഗ്നമായ ഈ കടന്നുകയറ്റം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം കൂടിയാണ് പറയുന്നത്. ചർച്ചകളിലൂടെയും തുല്യനീതിയിൽ അധിഷ്ഠിതമായ നയതന്ത്രത്തിലൂടെയും പരിഹരിക്കേണ്ട പ്രശ്നങ്ങളെ
ഭീഷണിയുടെയും അന്ത്യശാസനത്തിന്റെയും ഭാഷയിൽ സമീപിക്കുന്ന അമേരിക്കൻ രീതി മേഖലയിലെ സംഘർഷം വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. ഈ മെമ്മോ സമാധാനത്തിനുള്ള ഒരു വഴിയല്ല, മറിച്ച് ഇറാനെ ലക്ഷ്യം വെച്ചുള്ള അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഒരു രാഷ്ട്രീയ ആയുധമാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്താവുന്നതാണ്. അമേരിക്കൻ ഭരണകൂടം കാലാകാലങ്ങളായി പറ്റുന്ന ഭീഷണിയുടെയും ഉപരോധങ്ങളുടെയും രാഷ്ട്രീയത്തിന് മുന്നിൽ ഇറാൻ എന്ന രാജ്യം ഒരിക്കലും അടിയറവ് പറഞ്ഞിട്ടില്ല എന്ന ചരിത്ര സത്യമാണ് ഇന്ന് കേവലം വീണ്ടും ദർശിക്കുന്നത്. 14 പോയിന്റ് മെമ്മോ പോലുള്ള രേഖകളിലൂടെ ഇറാന്റെ പരമാധികാരത്തെ ചങ്ങലക്കിടാമെന്ന് വാഷിംഗ്ടൺ കരുതുന്നുണ്ടെങ്കിൽ അത് ആ രാജ്യത്തിന്റെ അതിജീവന ചരിത്രത്തെയും ജനതയുടെ ആത്മവീര്യത്തെയും കുറിച്ചുള്ള അമേരിക്കയുടെ അറിവില്ലായ്മ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. പതിറ്റാണ്ടുകളായി തങ്ങൾക്കെതിരെ തുടരുന്ന സാമ്പത്തിക യുദ്ധത്തെയും രാഷ്ട്രീയ ഗൂഢാലോചനകളെയും മറികടന്ന ഇറാന് പുതിയ അന്ത്യശാസനങ്ങൾ കേവലം മറ്റൊരു വെല്ലുവിളി മാത്രമാണ്. അതൊന്നും ഇറാന് ഏശാൻ പോലും പോകുന്നില്ല. അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഓരോ ഉപരോധവും ഇറാന്റെ ആഭ്യന്തര കരുത്ത് വർദ്ധിപ്പിക്കാനാണ് സഹായിച്ചിട്ടുള്ളത്. സാങ്കേതിക വിദ്യയിലും പ്രതിരോധ മേഖലയിലും ഇറാൻ കൈവരിച്ച സ്വയം പര്യാപ്തത അമേരിക്കൻ സമ്മർദ്ദ തന്ത്രങ്ങൾക്കുള്ള ശക്തമായ മറുപടിയുമാണ്. തങ്ങളുടെ മിസൈൽ സാങ്കേതിക വിദ്യയോ ആണവ ഗവേഷണങ്ങളോ ഒരു വിദേശ ശക്തിയുടെയും താല്പര്യത്തിന് വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച നിലപാടിൽ ഇറാനിയൻ നേതൃത്വം പലവട്ടം വ്യക്തമാക്കിയിട്ടുമുണ്ട്. അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സ്വന്തം സുരക്ഷാ നയങ്ങൾ മാറ്റുന്നത് അടിമത്തത്തിന് തുല്യമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു ജനതയെ ഭീഷണിപ്പെടുത്തി കീഴടക്കാമെന്നത് ഒരു വ്യാമോഹം മാത്രമാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഭൂരാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇറാൻ അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതെന്ന് പറഞ്ഞല്ലോ. അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഏകപക്ഷീയമായ കരാറുകളെ തള്ളിക്കളയാൻ ഇറാനെ പ്രേരിപ്പിക്കുന്നത് അവരുടെ പ്രാദേശികമായ സ്വാധീനവും ശക്തമായ സഖ്യകക്ഷികളും തന്നെയാണ്. വാഷിംഗ്ടണിൽ നിന്ന് വരുന്ന കൽപ്പനകൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു സാമന്ത രാജ്യമല്ല തങ്ങള് എന്ന് ഇറാൻ ഓരോ തവണയും തെളിയിക്കുകയാണ്. സാമ്പത്തികമായി ഞെരുങ്ങി ജനങ്ങളെ ഭരണകൂടത്തിനെതിരെ തിരിക്കാമെന്ന പാശ്ചാത്യ തന്ത്രം ഇറാന്റെ ദേശീയ ബോധത്തിന് മുന്നിൽ പരാജയപ്പെടുക കൂടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും അമേരിക്കയുടെ 14 പോയിന്റ് മെമ്മോ ഇറാനിലെ വിപ്ലവ വീര്യത്തെ തളർത്താൻ പര്യാപ്തമല്ല. സ്വന്തം മണ്ണിലും നയങ്ങളിലും ഉറച്ചു നിന്നുകൊണ്ട് സാമ്രാജ്യത്വ ശക്തികളുടെ അധിനിവേശ മോഹങ്ങളെ പ്രതിരോധത്തിലാക്കാനുള്ള ശേഷി ഇറാൻ ഉണ്ട് എന്ന് ലോകത്തിന് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഭീഷണികൾക്ക് മുന്നിൽ അടിപതറാതെ അന്തസ്സോടെ തലയുയർത്തി നിൽക്കുന്ന ഇറാന്റെ നിലപാടുകൾ അമേരിക്കൻ ഏകപക്ഷീയതയ്ക്ക് ഏൽക്കുന്ന കനത്ത തിരിച്ചടിയാണ് എന്ന് നിസ്സംശയം പറയാം. ഒത്തുതീർപ്പുകളല്ല, മറിച്ച് തുല്യതയും ആത്മാഭിമാനവും തന്നെയാണ് തങ്ങളുടെ രാഷ്ട്രീയമെന്ന് ഇറാൻ ഈ പുതിയ സാഹചര്യത്തിലും ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. അതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തത് അമേരിക്ക എന്ന രാജ്യത്തിനാണ്. എന്തിനാണ് അല്ലെങ്കിൽ ഇവർ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ മാനിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ. അമേരിക്കയുടെ നേതൃത്വത്തിൽ ദശാബ്ദങ്ങളായി തുടരുന്ന അതിശക്തമായ സാമ്പത്തിക ഉപരോധങ്ങളെ അതിജീവിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി നേടിയ ഇറാന്റെ വളർച്ച ആധുനിക ചരിത്രത്തിലെ അത്ഭുതകരമായ ഒന്നാണ് എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. ഒരു രാജ്യത്തെ സാമ്പത്തികമായി തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള മാക്സിമം പ്രഷർ നയങ്ങളുടെയും ഉപരോധങ്ങളെയും ഇറാൻ നേരിട്ടത് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ കുതിച്ചുചാട്ടത്തിലൂടെയും ആഭ്യന്തര വികസനത്തിലൂടെയും തന്നെയാണ്. വിദേശ സഹായങ്ങളെ ആശ്രയിക്കാതെ തന്നെ ലോകത്തിലെ മുൻനിര ശക്തികൾക്കൊപ്പം പല മേഖലകളിലും എത്താൻ ഇറാന് സാധിച്ചു എന്നത് ആ ജനതയുടെ ഇച്ഛാശക്തിയുടെ അടയാളവും തന്നെയാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രത്യേകിച്ച് നാനോ ടെക്നോളജിയിൽ ലോകത്തിലെ തന്നെ ആദ്യ 10 രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ന് ഇറാൻ. ഉപരോധങ്ങൾ മൂലം അത്യാധുനിക യന്ത്ര സാമഗ്രികൾ ഇറക്കുമതി ചെയ്യുന്നതിന് തടസ്സമുണ്ടായപ്പോൾ ഇറാനിയൻ ശാസ്ത്രജ്ഞർ സ്വന്തമായി സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്തു. സ്റ്റെം സെൽ ഗവേഷണം, ക്ലോണിംഗ്, ജൈവ സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ മുസ്ലിം ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായി ഇറാൻ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ക്യാൻസർ ചികിത്സയ്ക്കും മറ്റുള്ള റേഡിയോ ഫാർമസ്യൂട്ടിക്കൽ നിർമ്മിക്കുന്നതിൽ ഇറാൻ കൈവരിച്ച നേട്ടം ലോകരാഷ്ട്രങ്ങളെ പോലും അമ്പരപ്പിക്കുന്നതാണ്. പ്രതിരോധ മേഖലയിലെ ഇറാന്റെ പുരോഗതിയാണ് അമേരിക്കയെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഉപരോധങ്ങൾക്കിടയിലും ലോകത്തിലെ ഏറ്റവും മികച്ച മിസൈൽ സാങ്കേതിക വിദ്യയും ഡ്രോൺ നിർമ്മാണ ശേഷിയും ഇറാൻ സ്വന്തമാക്കി. തദ്ദേശീയമായി നിർമ്മിച്ച ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങളും പ്രതിരോധ കപ്പലുകളും ഇറാന്റെ സാങ്കേതിക മികവിന്റെ തെളിവുകൾ തന്നെയാണ്. ബഹിരാകാശ ഗവേഷണ രംഗത്ത് സ്വന്തമായി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനുള്ള ശേഷി കൈവരിച്ച ചുരുക്കം രാജ്യങ്ങളിൽ ഒന്നായി ഇറാൻ മാറിയത് കടുത്ത പ്രതിസന്ധിക്കിടയിലാണ് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അമേരിക്ക തളർത്താൻ ശ്രമിച്ചപ്പോഴും തളരാനില്ലാത്ത മനസ്സാണ് ഇറാന്റെ കരുത്ത്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഇറാൻ കാഴ്ചവെച്ചിട്ടുള്ളത്. ഉപരോധങ്ങൾക്കിടയിലും രാജ്യത്തെ സാക്ഷരതാ നിരക്ക് 100% അടുത്തെത്തിക്കാനും ഗ്രാമീണ മേഖലകളിൽ പോലും മികച്ച ആരോഗ്യ സേവനങ്ങൾ ഉറപ്പിക്കാനും അവർക്ക് സാധിച്ചു. വിദേശത്തു നിന്ന് മരുന്നുകൾ ലഭിക്കുന്നത് തടയാൻ അമേരിക്ക ശ്രമിച്ചപ്പോൾ ആവശ്യമായ മരുന്നുകളുടെ 95% സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചാണ് ഇറാൻ അതിനെ പ്രതിരോധിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിലും ഇറാൻ ഒട്ടും പിന്നിലല്ല. പശ്ചിമേഷ്യയിലെ ഏറ്റവും മികച്ച റോഡ് ശൃംഖലകളും ഡാമുകളും വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങളും ഇറാനിലുണ്ട്. എണ്ണ വരുമാനത്തെ മാത്രം ആശ്രയിക്കുന്ന സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് മാറി
വ്യവസായ കാർഷിക മേഖലകളിൽ സ്വയം പര്യാപ്തത നേടാൻ ഈ ഉപരോധ കാലം ഇറാനെ പ്രാപ്തമാക്കി എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ചുരുക്കി പറയുകയാണെങ്കിൽ ഉപരോധങ്ങൾ ഇറാനെ തളർത്തുകയല്ല ചെയ്തിട്ടുള്ളത്, മറിച്ച് തങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയാനും ലോകത്തിന് മുന്നിൽ ഒരു സ്വതന്ത്ര ശക്തിയായി ഉയർന്നു വരാനുമുള്ള കരുത്താണ് അവർ നൽകിയത്. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഇറാന്റെ വികസന മാതൃക അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് എന്നും വലിയ ഊർജം തന്നെയാണ് നൽകുന്നത് എന്ന് നിസ്സംശയം പറയാം. ഇനി പറയൂ, ആരാണ് ഇവിടുത്തെ യഥാർത്ഥ വിജയി? ഇറാൻ തന്നെയല്ലേ? അമേരിക്ക ശ്വാസം മുട്ടിച്ചപ്പോഴും ശ്വാസം പിടിച്ചു നിർത്തി പോരാടി ജയിച്ച ഇറാന് തന്നെയാണ് ഇവിടെ മേൽക്കോയുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണേ.